ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. ഇനി ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആൻസേഴ്സ് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമൊന്നും തന്നെ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. ജിമെയിൽ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ഗൂഗിൾ ആപ്സ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ആപ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ വൺസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫോം വ്യൂ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ടാബ് ആണ് ആദ്യം നമ്മൾ കാണുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തൊട്ടടുത്തായിട്ട് റെസ്പോൺസസ് ടാബ് ഉണ്ട്. അവിടെ 6 മെമ്പേഴ്സ് ആണ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം റെസ്പോൺസസ് ടാബ് ക്ലിക്ക് ചെയ്യാം. റെസ്പോൺസസ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പം 6 കുട്ടികൾ ഈ ഓൺലൈൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇമെയിൽ ID, പിന്നെ സ്റ്റുഡന്റ് നെയിം, അതിന്റെ ക്വസ്റ്റ്യൻസ് ആരൊക്കെ അറ്റൻഡ് ചെയ്തു എന്നതിനെ കുറിച്ച് കാണാം. ഇത് എത്ര ശതമാനം ശരി ഉത്തരം, എത്ര ശതമാനം തെറ്റുത്തരം എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ചാർട്ടിലൂടെ. ഇത് കുറച്ചും കൂടി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ വ്യൂ റെസ്പോൺസ് ഷീറ്റ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് സെലക്ട് റെസ്പോൺസ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ്, പുതിയ സ്പ്രെഡ്ഷീറ്റിൽ ഇതിന്റെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് എക്സിസ്റ്റിംഗ് സ്പ്രെഡ്ഷീറ്റ്, നേരത്തെ ഏതെങ്കിലും സ്പ്രെഡ്ഷീറ്റ് ഉണ്ടോ അതിനോടൊപ്പം ഈ റെസ്പോൺസസും ആഡ് ചെയ്യട്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഐക്കൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം വ്യൂ റെസ്പോൺസ് ഇൻ ഷീറ്റ്സ് എന്ന് പറയുന്ന ഐക്കണിലോട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോൺസസ് വ്യൂ ആവും. MCQ_GK അതിന്റെ റെസ്പോൺസസ് ഷീറ്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ടൈം സ്റ്റാമ്പ് കാണാൻ പറ്റും. കുട്ടികൾ ഏത് ദിവസം എന്ന സമയത്താണ് ഇത് അറ്റൻഡ് ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റും. പിന്നീട് ഇമെയിൽ IDയും സ്കോറും സ്റ്റുഡന്റിന്റെ നെയിമും ഈ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ഈ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വ്യൂ ആകുന്നില്ല, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെസ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വ്രാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫുൾ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെയാണ് ഒരു ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഷീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.